ഐ എം വെരി സോറി ടു ടെൽ യു ദാറ്റ്. കുറച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ വർമാജി നോൺസെൻസ് പറഞ്ഞത്. അത്ര നോൺസെൻസ് ആയതുകൊണ്ടാണ്, അതിന് വേറെ വാക്കില്ല. ഇതൊന്നും ആവശ്യമില്ല. BCG കുത്തിവെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുട്ടികൾക്ക് TB പിടിക്കില്ല പോലെ. നാട് മുഴുക്കെ BCG കുത്തിവെച്ചു എല്ലായിടത്തും. എന്നിട്ടോ 2 കൊല്ലം കഴിഞ്ഞാൽ പ്രൈമറി കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ വരിക. TB അല്ല, അത് പ്രൈമറി കോംപ്ലക്സാ. അത് TB ആണ്. TB എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പേടിയാവും. അപ്പൊ പ്രൈമറി കോംപ്ലക്സ് പോരെ, നല്ല പേരല്ലേ. എന്റെ കുട്ടിക്ക് പ്രൈമറി കോംപ്ലക്സാ. 1.5 വർഷം ചികിത്സിച്ചു, നശിച്ചു എന്നർത്ഥം കുട്ടി. പ്രൈമറി കൊടുക്കുന്ന മുഴുവൻ TB ഡ്രഗ്സാണ്. ഈ TB ഡ്രഗ്സ് ചെലവാക്കാൻ വേണ്ടിയാണ് TB ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറഞ്ഞത്. ലൈവ് വാക്സിനാണ്. നല്ലൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു ഭാരതഭൂമിയിൽ, CR രാജഗോപാലാചാരി. അദ്ദേഹം പറഞ്ഞു അരുതേ 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 എന്ന് പറഞ്ഞു. എല്ലാവരും ഭൂ എന്നിങ്ങനെ തള്ളിക്കളഞ്ഞു. ഇന്ന് TB വാക്സിൻ, ഇത് BCG വാക്സിൻ കൊടുക്കണ്ട എന്ന് ലോകാരോഗ്യ വകുപ്പ് പോലും തർക്കിച്ചു പറഞ്ഞു. മദ്രാസിലെ ചിങ്കൽപട്ട് ഡിസ്ട്രിക്റ്റില് TB വാക്സിന്റെ ഫലപ്രദമായിട്ട് ഒരു പഠനം നടത്തി. 36 കോടി രൂപ ചെലവാക്കി. നമ്മുടെ ഡോക്ടർമാരെ ഉപയോഗിച്ചു. ആരാ പഠനം നടത്തിയത്? ലോകാരോഗ്യ വകുപ്പ്. അവിടെ TB കൊടുത്തിട്ട് അവിടെ പഠിത്തം നടത്തിയപ്പോൾ 20 കൊല്ലം 30 കൊല്ലം കഴിഞ്ഞാൽ പഠിത്തം നടത്തിയത്. അന്ന് പഠിത്തം നടത്തിയപ്പോൾ അവർ കണ്ടുപിടിച്ച കാര്യം ഇതാണ്: TBക്ക് BCG കൊടുത്തതായിട്ടുള്ള ആൾക്കാർക്കാണ് കൂടുതൽ TB പിടിച്ചേക്കണേന്ന്. BCG കൊടുത്ത ആൾക്കാർക്കാണ് TB കൂടുതൽ പിടിച്ചേക്കണേ. അത് കൊടുക്കാത്തവർക്ക് TB കുറവായിരുന്നു എന്ന് കണ്ടുപിടിച്ചു. എന്നിട്ടാണ് അവർ പറഞ്ഞത് ഈ TB വാക്സിൻ എന്നുള്ളത്, ഈ BCG വാക്സിൻ നിഷ്പ്രഭമാണ്, കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന്. നമ്മുടെ കുഞ്ഞുങ്ങളെ കൊല്ലല്ലേ, അവർക്കും ജീവിക്കാൻ അവകാശമുണ്ട്. എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വരുന്ന ആ കുട്ടിയെ 3-4 ദിവസം കൊണ്ടിട്ട് BCG കുത്തിവെക്കണം. 1 മാസം കഴിഞ്ഞാൽ പോളിയോ കുത്തിവെക്കണം. പിന്നെ കഴിഞ്ഞ വേറെ എന്തോ എന്തൊക്കെയാ കുത്തിക്കയറ്റിന്റെ പാവം കൊച്ചു കുഞ്ഞിനെ ജീവിക്കാൻ സമ്മതിയില്ല നിങ്ങൾ. പ്ലീസ്, അവർ ജീവിക്കട്ടെ. അവർക്ക് 100 വർഷം ജീവിക്കാൻ അധികാരമുണ്ട് ഭൂമിയിൽ. നിങ്ങളുടെ അവർ ആയുസ് കുറയ്ക്കുകയാണ് ചെയ്യണത്. പോളിയോ ഇഞ്ചക്ഷൻ എടുത്തിട്ട് പിറ്റേ ദിവസം കാല് തളർന്നതായിട്ടുള്ള കേസ് എനിക്കറിയാം. ഇവിടെ വെച്ചിട്ട് 1983 ക്ലാസ് എടുത്തത്, 84 ക്ലാസ് എടുത്തപ്പോൾ ഒരു സ്നേഹിതൻ വന്ന് പറഞ്ഞു എന്റെ മൂത്ത കുട്ടിക്ക് ഞാൻ പോളിയോ ഇഞ്ചക്ഷൻ കൊടുത്തു, കുട്ടിയുടെ കാല് തളർന്നു. 2ാമത്തെ കുട്ടിയും കൊടുത്തു, 2ാമത്തെ കാര്യം നടന്നു. 3ാമത്തെ കുട്ടിയും കൊടുത്തു, 3ാമത്തെ കാര്യം നടന്നു. എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. നിങ്ങൾ പോയി ഊളമ്പാറെ പോയിരുന്നോളാൻ പറഞ്ഞു. ഞാൻ പറയേണ്ടി വന്നേ. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ, മൂത്ത കുട്ടിക്ക് പോളിയോ ഇഞ്ചക്ഷൻ കൊടുത്താൽ മൂത്ത കുട്ടിയുടെ കാല് തളർന്നു, അതിന് പഠിച്ചില്ല അല്ലേ. 2ാമത്തെ കുട്ടിക്ക് കൊടുത്തിട്ടും പഠിച്ചില്ല. 3ാമത്തെ കുട്ടിയും കൊടുത്ത് ഇനി എന്താ ചെയ്യേണ്ടത് എന്റെ ചോദിക്കുക. ഞാൻ പറഞ്ഞു ബെസ്റ്റ് പ്ലേസ് ഫോർ യു ഈസ് ഊളമ്പാറ. ഞാൻ സത്യം പറഞ്ഞു. എന്തിനാണ് നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാനാ? 2 തവണ കഴിഞ്ഞിട്ട് 3ാമത്തെ കുട്ടിയും കൊടുത്തതിനാണ് ചോദിച്ചു. സാറേ എന്ത് ചെയ്യാനാ, എല്ലാവരും കൊണ്ട് നിർബന്ധിച്ചു എന്ന്. അതെ, നിർബന്ധിച്ചിട്ട് കുട്ടിയുടെ കാല് വളർത്തുക. BCG ആ പോളിയോ ഇഞ്ചക്ഷൻ കൊടുത്താൽ ചിലപ്പോ തുള്ളി മരുന്നാണ്. എന്ത് തുള്ളലാ ഇവിടെ? അയ്യോ, തുള്ളി മരുന്നിന് വേണ്ടി എല്ലാവരും തുള്ളണം. തുള്ളി മരുന്ന്. എല്ലാവരും, പ്രൈം മിനിസ്റ്ററും ചീഫ് മിനിസ്റ്ററും സകലവരും കുട്ടികളുടെ വായിലേക്ക് തുള്ളി മരുന്ന്. പാവം, എന്ത് ചെയ്ത് മഹാപാപ ആ കുട്ടി. ഞങ്ങളുടെ കുറെ ആൾക്കാരെ എതിർത്തു അതിനെ. ഇവിടെ വടക്കേ മലബാറില് പേരാവൂന്ന് പറഞ്ഞൊരു വില്ലേജ്, ചെറിയൊരു വില്ലേജാ, വളരെ കുറച്ച് പേരേ ഉള്ളൂ. ഞങ്ങളുടെ ഒരു സുഹൃത്ത് അവിടെ നിശ്ചിതമായി എമിർത്തു വരും. ഈ ഗ്രാമത്തിൽ ഒരൊറ്റ കുട്ടികൾക്കും തുള്ളി മരുന്ന് പാടില്ല പറഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പോയി തുള്ളിക്കൊള്ളാൻ പറയണമെങ്കിൽ തുള്ളി മരുന്ന്. ഭയങ്കര ബഹളായി അവിടെ. അതായപ്പോ ഉടനെ അവർ ആൾക്കാർ വന്നിട്ട് നിങ്ങളെ കേസ് കൊടുക്കുന്നു പറഞ്ഞു. കൊടുത്തോളാൻ പറഞ്ഞു കേസ്. എന്താ കേസ്? ഒരു നിയമവും ഇല്ല, ഇത് എടുത്തോളം നിയമമില്ല. നത്തിങ് ഇസ് കമ്പൽസറി, യു കനോട്ട് കമ്പൽ ദിസ്. പ്രൈം മിനിസ്റ്ററും ചീഫ് മിനിസ്റ്ററും കൊടുത്തു പറഞ്ഞാൽ കമ്പൽസറി ആണത്. മൊറാദേശ മൂത്രം കുടിച്ച് നമ്മളൊക്കെ മൂത്രം വീണ് നടക്കുന്നുണ്ടോ? ആര് തോന്നിവാസം കാണിച്ചാലും തോന്നിവാസമാണ്. യു ഹാവ് നോ റൈറ്റ് ടു കമ്പൽ. അല്ലെങ്കിൽ സുപ്രീം ഇവിടുന്ന് നമുക്കൊരു ആഗ്രഹം വരെയുണ്ട് ഇതില്, ജന്മാവകാശം, ഫണ്ടമെന്റൽ റൈറ്റ് ഇല്ലേ? എന്റെ കുട്ടിക്ക് എന്ത് ചികിത്സ തീരുമാനിക്കാൻ ഞാനാണ്. അവിടെ ഭയങ്കര എതിർപ്പുണ്ടായി. മുലപ്പാൽ മാത്രം കൊടുക്കണം കുട്ടിക്ക്, എന്നാൽ കുട്ടിക്ക് രോഗം വരികയില്ല. ജനിച്ച ഉടനെ BCG എല്ലാം കൊടുത്ത് അവസാനം പിന്നെ കൊടുക്കണ എന്താണ് അമൂല്, ലാറ്റക്സ് അല്ല, എന്താ അതിന്റെ പേര്, ഫാരക്സ്, ഡ്യൂമെക്സ്, പിന്നെ നെറോലാക്ക്, സെറോലാക്ക് ഉണ്ട്. കൊടുത്തോളൂന്ന്
ഇത് കൊടുത്തോളൂ. ഇത് കൊടുത്താൽ കുട്ടിയുടെ പരിപാടി തീരും വേഗം തന്നെ. കുട്ടിയെ വേഗം നിങ്ങൾക്ക് കൊണ്ട് ആശുപത്രിയിൽ നിന്നല്ല തിരിച്ചുകൊണ്ടേ നിങ്ങൾക്ക് ശ്മശാനത്തിൽ കൊണ്ടുപോകാൻ പറ്റും. കൊടുക്കല്ലേ ഇതൊന്നും. കുട്ടിയുടെ ആവശ്യം മുലപ്പാലാണ്, അത് കൊടുക്കൂ. ഫണ്ടമെന്റൽ റൈറ്റ് ഓഫ് എ ചൈൽഡ് ഈസ് അമ്മയുടെ മുലപ്പാലാണ്, അത് കൊടുത്താൽ മതി. എന്തോ ദൈവാദിനം കൊണ്ട് ഇപ്പൊ മുലപ്പാൽ നല്ലതാണെന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഡോക്ടർമാർ. മുമ്പ് അതും പറഞ്ഞില്ല. അയ്യോ കൊടുക്കല്ലേ മുലപ്പാൽ, ഇൻഫെക്ഷൻ ആണെന്ന്. അയ്യോ ഇൻഫെക്ഷൻ, എന്ത് ഇൻഫെക്ഷനാ? അമ്മയുടെ ഗർഭത്തിൽ കിടക്കുമ്പോൾ 9-10 മാസം ഇൻഫെക്ഷൻ ഇല്ല, ജനിച്ച ഉടനെ മുലപ്പാൽ കൊടുത്താൽ ഇൻഫെക്ഷൻ ആണെന്ന്. ഡൽഹിയിൽ ഒരു കുട്ടിയെ കൊണ്ടുവന്നു, 10-20-22 കൊല്ലം മുമ്പെയാണ്. സാർ എന്താ കുട്ടിക്ക് വയറിളക്കം, എന്താന്ന് ചോദിച്ചു. കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കണ്ടോ? അത് കൊടുക്കാൻ പാടില്ല, ഡോക്ടർ പറഞ്ഞു ഇൻഫെക്ഷൻ ആണ്. എന്താ കൊടുക്കണേ? ഫാരക്സ്. ഞാൻ പറഞ്ഞു ഇന്ന് മുതൽ ഒരു കാര്യം ചെയ്യൂ, അമ്മയുടെ മുലപ്പാൽ പറ്റിയോ ഇല്ല അത് പിഴിഞ്ഞു കളയുക, അല്ലാതെ വിഷമായിരിക്കണം. ഇന്ന് മുതൽ ആ ഫാരക്സ് നിർത്തൂ, മുലപ്പാൽ കൊടുക്കാൻ പറഞ്ഞു. 2 ദിവസം കഴിയുമ്പോഴത്തേക്കും വയറിളക്കം നിന്നു. വയറിളക്കം മാറിയില്ല. ഈ ഫാരക്സും ട്യൂമേഴ്സും കൊടുത്താൽ കുട്ടിയുടെ പരിപാടി തീരും. ശിശുഹത്യ ഇതാണ് നടക്കണമെന്ന് സയൻസിന്റെ പേരിൽ. കംസൻ ഒരുപാട് ശിശുക്കളെ കൊന്നു കേട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടില് കംസന്മാരാണോ ഭൂമി മുഴുവനും കുട്ടികളെ കൊല്ലാൻ വേണ്ടി? ഐ എം സോറി ടു ടെൽ ദാറ്റ്. കംസന്മാർ എന്നും ഉണ്ടാവും ഇല്ലേ? കംസനും ദുര്യോധനും രാവണനും കുംഭകർണനും എല്ലാം ഏത് കാലത്തും ഉണ്ടാവും. പല രൂപത്തിലാണേ ഉള്ളൂ. പല രൂപത്തിൽ രാഷ്ട്രന്മാർ നമ്മുടെ രാജ്യം ഭരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പനി എന്ന് പറയുന്ന സാധനത്തെ നിങ്ങൾ ഭയപ്പെടല്ലേ. പനി വരുന്നതിന് മുമ്പോൾ പനിച്ഛായ വരും. ഞാൻ ഒരുപാട് പറയാനുണ്ട്, ഇത് തീരില്ല. 2 മണിക്കൂർ പറഞ്ഞാലും പനിയെപ്പറ്റി തീരില്ല. ഞാൻ നിർത്താൻ പോവാണ്, പിന്നീട് അതുകൊണ്ട് സമയം നീണ്ടുപോകും കണ്ടമാണ്. ഇപ്പൊ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞു. ഇനിയും മനസ്സിലായില്ലെങ്കിൽ പുസ്തകങ്ങൾ വായിച്ചോളൂ, അതിൽ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞു. പുസ്തകം മേടിക്കാൻ പറയല്ല, എന്റെ പുസ്തകം മേടിക്കാൻ ഞാൻ പറയില്ല. പുസ്തകത്തിൽ പലത് എഴുതിയിട്ടുണ്ട്, നിങ്ങൾ കുറച്ചും കൂടെ വിസ്തരിച്ച് എഴുതേണ്ട പല ഭാഗത്ത്. പഞ്ചഭൂത ഉപാസനയിൽ ഇതിനെപ്പറ്റി ഒരുപാട് പ്രതിപാദിച്ചിട്ടുണ്ട്. ആ പുസ്തകം ചില ശാസ്ത്രജ്ഞന്മാർ വായിച്ചിട്ട് ഇത് കത്തിച്ച് കളയേണ്ട കാലം കഴിഞ്ഞു എന്ന് പറഞ്ഞിരിക്കും. ഇത് അതിൽ സത്യം ഒരുപാട് ഇടുന്നെന്ന്. സത്യമുള്ള പുസ്തകങ്ങളല്ലേ കത്തിക്കേണ്ടത് ഇല്ലേ? നുണയെഴുതി പുസ്തകമല്ലല്ലോ. ഇത് കത്തിക്കണമെന്ന്, നശിപ്പിക്കേണ്ട കാലം കഴിഞ്ഞെന്ന്. നന്നായി 3000 കോപ്പി പ്രിന്റ് ചെയ്താൽ 2000 കോപ്പി ഒന്നിച്ച് മേടിച്ചാൽ നമുക്ക് ലാഭമുണ്ടോ? പിന്നെ എനിക്ക് പ്രിന്റ് ചെയ്യാമല്ലോ 3000. പക്ഷെ അത് ഉണ്ടായില്ല, പറഞ്ഞേ ഉള്ളൂ. അതുകൊണ്ട് പനി വരുന്നതിന് മുമ്പോൾ പനിച്ഛായ വരും, ഉള്ളിപ്പനി എന്ന് പറയും. ആ പനിച്ഛായ വരുമ്പോൾ ഭക്ഷണം വേണ്ടെന്ന് തോന്നും. ആ സമയത്ത് ഭക്ഷണം കൊടുക്കരുത്, ആർക്കും കൊടുക്കരുത്. ആ പനി വരാൻ പോവാണ്. പനി വരുന്നതിന് മുമ്പോ ആ പനിച്ഛായ വരുമ്പോൾ കുട്ടികൾ ആരായാലും ശരി ഒന്നും വേണ്ട എന്ന് പറയും. ആ സമയത്ത് ഒന്നും കഴിക്കാതെ ചുമ്മാ കിടന്ന് ഉറങ്ങിക്കൂടാ. ദാഹം ഉണ്ടെങ്കിൽ പച്ചവെള്ളം കഴിച്ചോളൂ, അല്ലെങ്കിൽ ഇളനീര് കഴിക്കുമ്പോൾ കുടിക്കൂ. അങ്ങനെ കിടന്നാൽ ആ വരാൻ പോണ പനിയുടെ കാഠിന്യം കുറയും. പനിക്ക് പനി തന്നെയാണ് ഔഷധം. അതുകൊണ്ട് വേറെ ഒന്നും വേണ്ട, ഔഷധം വേറെയില്ല. പനി വരുമ്പോൾ, പനി കഠിനമായി പ്രകടമായി വരുമ്പോൾ അതിനെന്ത് ചെയ്യണം? അപ്പോഴും ദാഹമുണ്ടെങ്കിൽ, വല്ലതും കഴിക്കണം തോന്നുന്നുണ്ടെങ്കിൽ കരിക്കും വെള്ളമാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ പഴങ്ങളുടെ നീര്. ഇനി ചോദിക്കരുത് കുറച്ച് പാല് കൊടുക്കാമോ, ചോദിക്കരുത്. പാല് പാടില്ല. കരിക്കും വെള്ളം, പഴങ്ങളുടെ നീര് മാത്രം കൊടുക്കുക. പൂർണ്ണ വിശ്രമം കൊടുക്കൂ. ഒരു 102 ഡിഗ്രി വരെ പനിയുണ്ടെങ്കിൽ അത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പനി ആവശ്യമാണ് ശരീരത്തിന്. ശരീരത്തിലുള്ള മാലിന്യങ്ങളെ കളയാൻ വേണ്ടി ജീവൻ ഉണ്ടാക്കുന്ന ഒരു പ്രതിഭാസമാണ് പനി. ആ ടെമ്പറേച്ചർ കൂടിയാൽ മാത്രമേ ചില വിഷാംശങ്ങൾ ശരീരത്തിൽ നിന്നും പുറത്തു കളയാൻ സാധ്യമാകുകയുള്ളൂ. ആ വിഷാംശങ്ങൾ കളയാൻ വേണ്ടിയാണ് പനി വരുന്നത്. ആ വിഷാംശങ്ങൾ മാറിക്കഴിഞ്ഞാൽ പനി തനിയേ നിൽക്കും. ഒട്ടും ചെയ്യണ്ട. പറഞ്ഞല്ലോ 72 ദിവസം വരെ കാത്തിരുന്നില്ലേ? 42 ദിവസം വരെ കാത്തിരുന്ന പനി മാറ്റിയിട്ടുണ്ട്. 28 ദിവസം വരെ പനി നാങ്ങിയിട്ടെന്ന് കാണിച്ചിട്ടുണ്ട്. ടൈഫോയിഡ് ഫീവറാണ്. പിച്ചും പേയും പറഞ്ഞു ഡൽഹിയിൽ വെച്ചിട്ട്. തല അങ്ങ് കഴുകി, അത് പിന്നെ പറയാം. ആ പിച്ചും പേയും പനി പോലും ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിച്ചും പേയും പറഞ്ഞു തുടങ്ങി. അയ്യോ എന്ന് പേടിച്ചു. ഞാൻ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോ പനി 102 ഡിഗ്രി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 102 കൂടിക്കഴിഞ്ഞാൽ വിഷമങ്ങൾ കൂടും. ആ സമയത്ത് ഒരു ഈറം കൊണ്ട് വയറ്റത്ത് കെട്ടു, ഈറം കൊണ്ട് തലയിലും കെട്ടു. മുണ്ട് നനച്ച് മടക്കി പിഴിഞ്ഞിട്ട് ഇങ്ങനെ മടക്കി കെട്ടു വയറ്റത്ത്. തലയിലും കെട്ടിക്കോളൂ. മുണ്ടിന്റെ മുകളിലല്ല കെട്ടണം. ഇവിടെ കെട്ടിക്കൊണ്ടിരിക്കും മുണ്ടിന്റെ മുകളിൽ കെട്ടണമെന്ന്. വയറ്റിൽ കെട്ടണം കേട്ടോ. അല്ലാതെ മുണ്ട് വെച്ച് മുണ്ട് ഷർട്ട് ഇട്ട് അതിന്റെ മുകളിൽ കെട്ടുകയല്ല വേണ്ടേ. ഇത് കണ്ട ഉടനെ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ.
ഈ മലയാളി എപ്പോഴും തർക്കിക്കാൻ കാത്തിരിക്കാണല്ലോ. എന്തെങ്കിലും ഒരു പഴുതുണ്ടെങ്കിൽ പുറത്ത് ചാടാമല്ലോ. തലയിലും കെട്ടിക്കോളും. നല്ല പനിയുണ്ടെങ്കിൽ ഭയങ്കര ചൂടുണ്ടെങ്കിൽ തല കഴുകിക്കോളൂ, ഒന്നും വരില്ല. ഇത് കെട്ടിക്കഴിഞ്ഞിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും കെട്ടു വയറ്റത്ത്. ടൈഫോയിഡ് ഫീവറാണ്, വയറ്റിന് നല്ല ചൂടുണ്ടാവും വയറ്റിന്. ഇവിടെ കെട്ടിയാൽ മതി, ആ പനി കുറയും. തലയിലും കെട്ടിക്കോളൂ പനി. തലയിലും കെട്ടിയിട്ട് ചിലപ്പോൾ ചില സമയത്ത് പിച്ചും പേയും പറഞ്ഞ ഭയങ്കരമായിട്ട് പനിയുണ്ടെങ്കിൽ തല പച്ചവെള്ളത്തിൽ കഴുകിക്കോളൂ. ആശുപത്രിയിൽ പോകുമ്പോൾ തലയിൽ ഐസ് വയ്ക്കാനായിട്ട് അവർക്ക് സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ നമുക്ക് പച്ചവെള്ളം കൊണ്ട് കഴുകാൻ സ്വാതന്ത്ര്യമുണ്ട്. അതിന് ലൈസൻസ് വേണ്ട, ഡിഗ്രിയും വേണ്ട. തല കഴുകാൻ ഡിഗ്രി വേണോ? തല കഴുകാനായിട്ട് ആരും ചോദിക്കേണ്ട ആവശ്യമില്ല. എന്റെ കുട്ടിയുടെ തല കഴുകാൻ വേറെ ഒന്നും ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? തല പച്ചവെള്ളം കൊണ്ട് കഴുകൂ. അയ്യോ എന്ന് പറയരുത്, അയ്യോ കഴുകാം. നിങ്ങൾ അയ്യോ എന്ന് പറഞ്ഞ് തലമുടി പച്ചവെള്ളം കഴുകാൻ പറയുമ്പോൾ തലയിൽ ഐസ് വയ്ക്കുമ്പോൾ തൊഴിൽ കഴിഞ്ഞ് നിൽക്കണം. എന്താ അർത്ഥം? ആശുപത്രിയിൽ പോയിട്ട് പനി വരുമ്പോൾ തലയിൽ ഐസ് വയ്ക്കാതെ തൊഴിൽ കഴിഞ്ഞ് നിൽക്കണം. വീട്ടിൽ തല കഴുകാൻ പറയുമ്പോൾ അയ്യോ എന്ന് പറയണു. വല്ല അർത്ഥമുണ്ട് ഇതിനകത്ത്? ധൈര്യമില്ലാത്തതുകൊണ്ടാണ്. പനി വരുമ്പോൾ പേടിക്കാണ്, കിടകിടാ വിറയ്ക്കാണ്. എന്റെ കുട്ടി മരിക്കുമോ എന്നാണ് പേടി. മരണമുണ്ടാവയില്ല, മരിക്കേണ്ട ആവശ്യമില്ല. പിച്ചും പേയും പറഞ്ഞ പനി പോലും തനിയെ മാറും. ഭയപ്പെടാതിരിക്കും. പലതും കൈകാര്യം ഞാൻ മാത്രമല്ല, എന്റെ സുഹൃത്തുക്കളും അനവധി കേസ് ഇന്ന് കേരളത്തിലെ പല ഭാഗത്തും കൈകാര്യം ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തും വിജയമാണ് കണ്ടെത്തുന്നത്. വിജയമാണ് നമ്മുടെ ലക്ഷ്യം. വിജയം കൊണ്ടാണ് നമ്മളിത് പറയുന്നതും. വിജയം കണ്ടു, അതുകൊണ്ടാണ് പറഞ്ഞത്, തോൽവി കണ്ടിട്ടല്ല. അപ്പോൾ എത്ര നീണ്ടുന്ന പനിയാണെങ്കിലും ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും. ഭയപ്പെടരുത്. പനി മാറിക്കഴിഞ്ഞിട്ട്, മുഴുവനും മാറിക്കഴിഞ്ഞിട്ടേ വലുതും കൊടുക്കാൻ പാടുള്ളൂ ഭക്ഷണമായി. മാറിക്കഴിഞ്ഞാൽ ആദ്യം കൊടുക്കേണ്ടത് പഴങ്ങൾ, പിന്നെ പച്ചക്കറികൾ. പനി മാറിയ ഉടൻ തന്നെ ചോറും ചപ്പാത്തിയൊക്കെ വലിച്ചു തിന്നരുത്, ഇഡ്ഡലിയും ദോശയൊക്കെ തിന്നരുത്. പിന്നെ ഒരു കാര്യം, രോഗി അങ്ങനെ കിടക്കുന്ന സമയത്ത് ആ രോഗിയുടെ മുമ്പിൽ പോയിട്ട് എല്ലാവരും കാണാൻ വരും. പനി വരുമ്പോ, എന്താ പനിയാണോ? അതെ. എന്താ പനി? എന്താ ടൈഫോയിഡോ? അറിയില്ല, പേരില്ല. വർമാശ പറഞ്ഞു പേര് വേണ്ടാന്ന് പറഞ്ഞു. പേരില്ലാതെ ഇങ്ങനെ ചികിത്സിക്കണം എങ്ങനെയാ? രോഗത്തിന് പേര് വേണ്ടേ? ഇനി ചികിത്സിക്കാൻ പറ്റുമോ? അപ്പൊ പറഞ്ഞ ഒന്ന് ശരി നോക്കട്ടെ അങ്ങോട്ട്. ആ രോഗിയുടെ മുമ്പിൽ പോയിട്ട് ചെയ്യുന്നത്, അയ്യോ കഷ്ടമാ. അതോടുകൂടി രോഗിയുടെ പരിപാടി തീരും. ചിലപ്പോ രോഗി അത് കണ്ടു കഴിഞ്ഞാൽ അയ്യോ എന്റെ പരിപാടി തീരാറെ, എല്ലാവരും വന്ന് എങ്ങനെ നോക്കിയിട്ട് പോണു. അരുത്. ഡോണ്ട് ഷോ യുവർ ലോങ് ഫേസ് ബിഫോർ എ പേഷ്യന്റ്. സ്മൈലിംഗ് ഫേസ്. അവിടെ പോയ ഉടനെ ചിരിച്ചുകൊണ്ട്, ഓ മിസ്റ്റർ രാമൻകുട്ടി, എത്ര നല്ല ഭാഗ്യവാൻ. ഇത്രയും നല്ല ഭാഗ്യം ലോകത്ത് എവിടുന്ന് കിട്ടി നിങ്ങളെ പോലെ? ഞാനങ്ങനെ പറയുള്ളൂ, ഒരു കുഴപ്പമില്ല. അങ്ങനെ പറഞ്ഞാൽ അയാളുടെ ആരോഗ്യം വർദ്ധിക്കും, അത് വേഗം പനി മാറും. അല്ല അവിടെ പോയിട്ട് ഉടനെ, ഓ യു ആർ ഫിനിഷ്ഡ്, there is no use now, what is all this nonsense എന്നൊക്കെ ചോദിച്ചാൽ അവിടെ പറഞ്ഞാലുണ്ടല്ലോ, അത് കേൾക്കുകയുള്ളു. ശരിയാ, നമ്മളിട്ട് ഇവിടെ കൊല്ലാൻ നോക്കുകയാണ് എല്ലാരും കൂടി എന്ന് വിചാരം വരും. അരുത്. എൻകറേജിങ്, എൻകറേജ്, അതാണ് ഏറ്റവും വലിയ വാക്ക്. ഏത് രോഗം വന്നാലും ശരി എൻകറേജ്മെന്റ് കൊടുക്കണം, ധൈര്യം കൊടുക്കണം. അവിടെ പോയിട്ട് ധൈര്യം കൊടുത്താൽ അയാൾ കരകയറും. നിങ്ങൾ അയാളെ കീഴ്പോട്ട് കൊണ്ടുവരരുത്, മേൽപോട്ട് കൊണ്ടുവരാൻ നോക്കും. കീഴ്പോട്ട് കൊണ്ടുവരാൻ വേഗം കഴിയും, മേൽപോട്ട് കൊണ്ടുവരാൻ സാധ്യമല്ല. അതുകൊണ്ട് പനി വരുമ്പോൾ മാത്രമല്ല, ആ പനി വരുന്ന പലരും ഉണ്ട്. പല വുഡ്ലാൻഡ്സ് ഹോട്ടലിൽ നിന്നും 5 സ്റ്റാർ ഹോട്ടലിൽ നിന്നൊക്കെ 3 കഴിച്ച് മൂക്കറ്റം ഏമ്പൊക്കം വിട്ടാ വരിക. എന്നിട്ട് ആ രോഗിയുടെ മുമ്പിൽ വെച്ചിട്ട്, ആ ഫസ്റ്റ് ക്ലാസ് ബിരിയാണി ഞാൻ കഴിച്ചു അവിടെ പോയിട്ട്, ആ ഇത്ര നീളമുള്ള ദോശ, മസാല ദോശ കഴിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ആ രോഗി അത് വിചാരിക്കും, അയ്യോ ഞാനിവിടെ കിടക്കണു, ബിരിയാണി ഇവിടെ കിടക്കണു, ഞാൻ എവിടെ കിടക്കണു, മസാല ദോശ എവിടെ, പരിപ്പോടെ എവിടെ, ഉഴുന്നോടെ എവിടെ, ഇത് എന്തെന്നാ ഇത്? നിങ്ങൾക്ക് സംസാരിക്കാൻ വേറെ സ്ഥലമൊന്നുമില്ലേ ഇത് സംസാരിക്കാനായിട്ട്? അതിന്റെ മുറി കയറി ഒന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല. മസാല ദോശയാണോ പനിയുടെ മുമ്പിൽ പറയേണ്ടത്? മിണ്ടിപ്പോരുത്, ഡോണ്ട് ടോക്ക്. അതുകൊണ്ടാണ് നമ്മുടെ കുടുംബത്തില് ഒരു സീരിയസ് ആയിട്ട് രോഗം വരുമ്പോൾ കടുവ് വറക്കരുത്, പപ്പടം കാച്ചെന്ന് പറയാൻ കാരണം. പപ്പടം കാച്ചിലും കടുവ് വറക്കും വന്നാലുണ്ടല്ലോ, അതിന്റെ സ്മെല്ല് പോലും ആ കുട്ടി കേൾക്കും, അല്ലെങ്കിൽ അയാൾക്ക് വിഷമാവും. മാത്രമല്ല നിങ്ങൾക്കും ക്വാളിഫിക്കേഷൻ വരും ഈ രോഗം പിടിക്കാനായിട്ട്. എന്താ അറിയാമോ? പപ്പടം കാച്ചിലും കടുവ് വറുത്ത് ഞാൻ ഒരുപാട് തിന്നും, നിങ്ങൾക്ക് ഇതേമായി രോഗം പിടിക്കും. അതുകൊണ്ടാണ്